ആന്ധ്രയിലെ പിന്നാക്ക ജില്ലകളിലൊന്നായിരുന്നു അനന്തപൂർ. പുട്ടപർത്തി എന്ന വിശുദ്ധ ഗ്രാമം ഇന്ന് ഈ ജില്ലയ്ക്ക് മേൽ മാറ്റത്തിന്റെ മേഘച്ചാർ തണിയിക്കുകയാണ്. നേർത്ത കുളിരും കൊണ്ട് ഈ ഗ്രാമം ഉണരുന്നത് തന്നെ അന്തരീക്ഷത്തിൽ സ്വയം അന്തർലീനമായ മന്ത്രോച്ചാരണങ്ങളോടെയാണ്. മലയോരത്തെ ചെടികളും വൃക്ഷത്തലപ്പുകളും സാഗൂതം താളം പൊഴിക്കുന്നത് ഈ ഭജനാഗീതങ്ങൾക്കൊപ്പമാണ്. പ്രശാന്തി നിലയവും സജീവമായി കഴിഞ്ഞിരിക്കുന്നു. നിലയത്തിന് ചുറ്റുമുള്ള കെട്ടിട സമുച്ചയങ്ങളിൽ നിന്നും ക്വാർട്ടേഴ്സുകളിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്നവർ ഭഗവത് ദർശനത്തിനായി ഒരുങ്ങുകയാണ്. സായിബാബ എന്ന ആത്മീയ വിപ്ലവാചാര്യനും പരിഷ്കർത്താവും ചിന്തകനും സർവോപരി ഈശ്വര സദസ്യനുമായ തങ്ങളുടെ ഭഗവാൻ ദേഹവിയോഗം ചെയ്തിട്ടും അനുഗ്രഹാശിസുകൾ പൊഴിച്ച് സർവവ്യാപിയായി നിലകൊള്ളുന്നുവെന്നാണ് ഇവിടെ എത്തുന്നവരുടെ അനുഭവം. പ്രശാന്തി നിലയത്തിന് വെളിയിൽ തിരുവോരങ്ങൾ അപ്പോഴേക്കും സക്രിയമാവുകയാണ്. പൂക്കൾ വിൽക്കുന്നവർ, ആന്ധ്രയുടെയും കർണാടകയുടെയും മണ്ണിൽ വിളഞ്ഞ പഴവർഗ്ഗങ്ങൾ കച്ചവടം ചെയ്യുന്നവർ, ചെറുകിട വ്യാപാരികൾ ഏവരും അതിരാവിലെ തന്നെ സജീവമായിരിക്കുന്നു. പ്രശാന്തി നിലയത്തിന് ഒരു വിളിപ്പാടകലെയാണ് ഏഷ്യയിലെ തന്നെ അതിപ്രശസ്തവും നൂതനവുമായ സത്യസായി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി. ഉറക്കവും വിശ്രമവുമില്ലാത്ത ഈ ആശുപത്രി സമുച്ചയത്തിന് മേലെയും പ്രഭാതകിരണങ്ങൾ നിറച്ചാർത്തണിയിക്കാനെത്തിയിരിക്കുന്നു. ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റും ഈ ദിനത്തിനു വേണ്ടി പതിവ് പോലെ സജീവമാവുകയാണ്. സത്യസായി സർവകലാശാല പ്രശാന്തി നിലയത്തിനും ആശുപത്രിക്കുമിടയിലാണ്. ആയിരങ്ങളെ പതിനായിരങ്ങളെ അറിവിൻ്റെയും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെയും ലോകത്തേക്ക് കൈപിടിച്ചു നടത്തിയ ഈ സർവകലാശാലയും മൂലസ്ഥാനത്ത് നിന്നുയരുന്ന പ്രഭാത കീർത്തനങ്ങൾക്കായി കാതോർത്തു നിൽക്കുകയാണ്. ഇവ മാത്രമല്ല, ഒരു വലിയ ആവാസ വ്യവസ്ഥ തന്നെ പുട്ടപർത്തിയെയും അനന്തപൂർ ജില്ലയെയും മാറ്റത്തിൻ്റെയും വികസനത്തിൻ്റെയും നെറുകയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നു. സായിബാബ എന്ന ഒരൊറ്റ വ്യക്തിപ്രഭാവത്തിൻ്റെ മാസ്മരിക സൃഷ്ടികളുടെ നിലയ്ക്കാത്ത തുടർച്ചയാണ് ഈ ഗ്രാമം ഇന്നും. നിലയ്ക്കാത്ത ഈ സേവന തരംഗം പല രൂപത്തിലും ഭാവത്തിലും പ്രവൃത്തികളിലും അനുസ്യൂതമായി പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിലൊന്നാണ് ചികിത്സാ മേഖല. 1956 ആരംഭിച്ച ചെറിയ ആശുപത്രി മുതൽ 26 വർഷം പിന്നിട്ട
സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി വരെ. The first hospital, a general hospital, a small hospital in Puttaparthi was inaugurated by Baba in 1956. Last 62 years, this hospital has been serving people with love, commitment and completely free of charge. It's a locally, if you can, it's a just located close by. Maybe you should visit sometime. After that medical, that is the very seed, very beginning of the medical mission of Satya Sai mission. When Baba started in 1950, it was a very small, maybe 3-bed or 5-bed hospital. Subsequently, it slowly grew, and in 1985 Baba built a bigger hospital. Then subsequently in 1991, first time Baba inaugurated Satya Sai Super Specialty Hospital in Puttaparthi, giving a total free cardiac care. It is in a super specialty setup. ലോകത്തിലെ തന്നെ വിസ്മയ ചികിത്സാ കേന്ദ്രമാണ് പുട്ടപർത്തിയിലെ സായി സേവ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി. കിടക്കകളുള്ള ക്ഷേത്രസമാനമായ ഈ ആശുപത്രി പ്രകൃതിയോടിണങ്ങി കഴിയാൻ പ്രാപ്തമായ തരത്തിലാണ് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഒപ്പം അതിനനുസൃതമായ സാഹചര്യങ്ങളും ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നു. ഒരു ചികിത്സയ്ക്കും രോഗനിർണയത്തിനും ബില്ലില്ല എന്നതാണ് വിസ്മയത്തിന് ആക്കം കൂട്ടുന്നത്. We have some numbers like more than 1 million people get benefit of medical care from Satya Sai mission in a yearly basis. Right from very small help, like any small ailment to a very complicated surgeries of even including cardiac surgeries and neurosurgeries, and all of them have done completely free of charge. And what we find is whenever there is a patient coming into Satya Sai hospital, the recovery time is very quick because there is no pressure on him to pay the bills. ഭാരതത്തിലെ പാവപ്പെട്ട ജനങ്ങൾ മറ്റുള്ള ശരിയായ ചികിത്സ കിട്ടാതെ ബുദ്ധിമുട്ടുന്നതും കഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ഭഗവാൻ പലപ്പോഴും പറയാറുണ്ട്. അതുമാത്രമായിരിക്കണം ഭഗവാന്റെ ഒരു ആശുപത്രി എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം. ഭഗവാൻ ഒരിക്കൽ പറഞ്ഞു, ചില ആൾക്കാർ ഭഗവാന്റെ പ്രസാദം മാത്രമേ കഴിക്കുള്ളൂ, അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. ചില ആൾക്കാർ പ്രസാദവും കഴിക്കും, മരുന്നും കഴിക്കും, അവർക്ക് രണ്ടിൻ്റെ ഫലം കിട്ടും. ചില ആൾക്കാർ മരുന്ന് മാത്രമേ, അപ്പോൾ കുറേ ആൾക്കാർക്ക് മരുന്നിൽ മാത്രമേ വിശ്വാസമുള്ളൂ. അപ്പം അങ്ങനെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് സേവനം എത്തിച്ചു കൊടുക്കാനും ചില ചികിത്സ കിട്ടാൻ അവരുടെ സംസ്ഥാനത്ത് നിന്ന് പുറത്ത് സംസ്ഥാനത്തേക്ക് പോകേണ്ടി വരുന്നതിനെക്കുറിച്ചൊക്കെ ഭഗവാൻ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഒരു ഗ്രാമപ്രദേശമായ ഈ പുട്ടപർത്തി ഗ്രാമത്തിൽ തന്നെ സ്വാമി ആശുപത്രി തുടങ്ങാനുള്ള കാരണവും. It is started by a very divine soul, divine person, Baba himself, who has enthused people across the globe to do service activities. He didn't teach any great spiritual sort of ritualistic disciplines. He taught just simple things, spiritualize your life, daily life. പ്രതിദിനം ഹൃദയ ചികിത്സാ വിഭാഗത്തിൽ 25ഓളം ആൻജിയോപ്ലാസ്റ്റിയാണ് ഇവിടെ ചെയ്യുന്നത്. മാത്രമല്ല 6 മുതൽ 7 വരെ ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയകളും. മറ്റ് വിഭാഗങ്ങളിലും കാര്യമായ പ്രവർത്തനമാണ് നടക്കുന്നത്.
ഇതുവരെ 36 ലക്ഷം രോഗികളെ പരിപൂർണമായും സൗജന്യമായി ചികിത്സിച്ച് റെക്കോർഡിടുകയാണ് ഈ മാതൃകാ സ്ഥാപനം. Surgeries, whatever surgeries, any treatments are done with a doctors, set of doctors who are very dedicated, who are inspired by Baba's teachings, with lot of love, with a lot of reverence. You see, it's a free hospital. Nobody treats the patient as a, somebody who doesn't have money, somebody who cannot afford it. But just because of that, they are not treated anyway like second-class citizens. They are really respected. They have been treated very well, and just because they come for a free hospital, nowhere they get a treatment which may belittle them or anything. They are highly respected. In fact, Baba says they are giving an opportunity for you to serve. So we should be always thankful to them. So that's the kind of ideology which has been ingrained into each one here who works here. ഭഗവാൻ എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട്, നല്ല പ്രവർത്തനങ്ങൾക്ക് പൈസ ഒരിക്കലും കുറവ് വരില്ല. രണ്ടാമത് ഭഗവാൻ പഠിപ്പിച്ച വേറൊരു വലിയ പാഠമാണ് വിദ്യയും വൈദ്യവും സൗജന്യമായിട്ട് കൊടുക്കേണ്ടതാണ്. വിദ്യയ്ക്കും വൈദ്യത്തിനും പൈസ മേടിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് സ്വാമിയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഫീസ് ഇല്ല, സ്വാമിയുടെ ആശുപത്രികളിലും ബില്ലിംഗ് കൗണ്ടർ ഇല്ലാത്തതിൻ്റെ കാരണം അതാണ്. സർവകലാശാലയാണ് സായി സേവാ തരംഗത്തിന്റെ മറ്റൊരു മുഖമുദ്ര. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം പുതുതലമുറയ്ക്ക് പകർന്ന് നാടിന്റെ വികസനത്തിന് സജ്ജരാക്കുക എന്നതാണ് ഈ സർവകലാശാലയുടെ ലക്ഷ്യം. ഇന്ത്യയിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ മുൻനിരയിൽ തന്നെ നിൽക്കുന്ന സത്യസായി സർവകലാശാല ബിരുദവും ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്കും റിസർച്ച് വിഭാഗങ്ങൾക്കും പരമമായ പ്രാധാന്യമാണ് നൽകുന്നത്. കുട്ടികളുടെ മാർക്കല്ല, അവരെക്കുറിച്ചുള്ള റിമാർക്സിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന സായി ഭഗവാന്റെ വീക്ഷണമാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. So the Indian system is there. Vidyalaya, Alaya is and Alayam is a temple. So we always said Vidyalaya, Vaidyalaya. Vaidyalaya is a hospital is called Vaidyalaya. We always felt that in Indian system we treated them as temples of healing, temples of learning. So we have a university here. Again, that has got 4 campuses. 2 in Karnataka. One is based in Puttaparthi. One we have near Anantapur exclusively for girls campus. Right from all the courses till PG, MBA, we have almost 70 PhD scholars we have. And completely free education again. And all our boys whoever have studied here, again come back, they are all settled and they are in a very good positions. And they become really a strong source of inspiration for a lot of people. And they are a very key role in the Sai mission. University Grants Commission അക്രഡിറ്റേഷന് വേണ്ടി സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ ലേണിംഗ് വിസിറ്റ് ചെയ്ത സമയത്ത് ആ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത് ഈ ഒരു പാരഗ്രാഫിലാണ് അവസാനിപ്പിക്കുന്നത്. സത്യസായി യൂണിവേഴ്സിറ്റിക്ക് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ ആവശ്യമില്ല, പക്ഷേ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷന് സത്യസായി യൂണിവേഴ്സിറ്റി ആവശ്യമുണ്ട്. കാരണം ദിസ് ഈസ് എ ക്രസ്റ്റ് ജൂവൽ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇന്ത്യയിലുള്ള ആയിരക്കണക്കിന് യൂണിവേഴ്സിറ്റികളുടെ ഇടയിൽ ഇത് തിളങ്ങുന്ന ഒരു ജൂവലായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ ഇത് ആവശ്യമുണ്ട്, പക്ഷേ സത്യസായി യൂണിവേഴ്സിറ്റിക്ക് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ ആവശ്യമില്ല. നാക്കിൻ്റെ അക്രഡിറ്റേഷൻ റിപ്പോർട്ടിന് വന്ന സമയത്ത് ആ അവസാനിപ്പിച്ച പാരഗ്രാഫ് ഇങ്ങനെയാണ്. അതുകൊണ്ട് ദിസ് ഈസ് എ മോഡൽ യൂണിവേഴ്സിറ്റി. ഇപ്പോൾ സത്യസായി ഹയർ സെക്കൻഡറി സ്കൂൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദ്യത്തെ 10 സ്കൂളുകളിൽ വരുന്നതാണ് പുട്ടപർത്തിയിലത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ. Anantapur district is a arid region because it's a very very minimal rainfall we have, and here it's only groundnut crop which we get, and that too it's all rain dependent. So people are finding it difficult, and we don't have any rivers here which are perennial rivers. We don't have that kind of water sources. So now only of late the government has done some projects and brought some water sources, canals and all that. But otherwise what Satyasai Trust has done is we have Baba had spent hundreds of crores
getting water from a place called Parnapalli. There is a dam. We dug up, it's around 110 kilometers. We have, Satya Sai Trust is, I think it's one of the only public charitable trusts other than government which has laid almost pipelines nearly of 3,000 kilometers. അങ്ങനെ നിരവധിയായ ക്ഷേമപ്രവർത്തനങ്ങളിലൂടെ പുട്ടപർത്തി എന്ന പിന്നാക്ക ഗ്രാമത്തെ രാജ്യത്തെ തന്നെ മുന്നാക്ക പ്രദേശങ്ങളിലൊന്നാക്കിയെടുക്കുവാൻ സായി മാസ്മരികതയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. അനുദിനം പുട്ടപർത്തിയിലേക്ക് ഇന്നും ഒഴുകിയെത്തുന്നത് ആയിരങ്ങളാണ്. പല നാടുകളിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും പ്രശാന്തി നിലയത്തിലേക്ക്. പ്രശാന്തി നിലയത്തിലേക്ക് മാത്രമല്ല, സായിബാബയുടെ ജന്മഗൃഹം സന്ദർശിക്കുവാനും ജനങ്ങളെത്തുന്നുണ്ട്. ഒൻപതര ദശകങ്ങൾക്ക് മുമ്പ് സായി ഭഗവാൻ പിറന്നു വീണ ചെറിയ മന്ദിരം ഇന്ന് ശിവക്ഷേത്രമായി മാറ്റിയെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ സായി ഭഗവാന്റെ മാതാപിതാക്കളുടെ സമാധിയും ദർശനപുണ്യം ഭക്തർക്ക് പകരുകയാണ്. അങ്ങനെ ഈ പുട്ടപർത്തിയിലെത്തുന്നവർ കൂടുതൽ ഊർജ്ജസ്വലരായി മനസ്സിനെ പരുവപ്പെടുത്തി മടങ്ങുമ്പോൾ പിന്നെയും വരുന്നവരുടെ എണ്ണം ഏറുകയാണ്. Most importantly, the voluntary services of the organization has never diminished, even it not made any change in the for them as far as Baba's physical presence or absence is concerned. That has not made any difference to the organization, in the sense, on any given day we have nearly 1,500 people doing voluntary service in the campus. What kind of service, you may ask? They do manning the gates, keeping the entire premises clean, the security, the canteens, they serve food, they clean vessels, all sort of things. There in the hospital we have 150 Sevadal doing cleaning the premises, taking care of the patients. If somebody needs help to wheelchair, or somebody is to be carried, all that help, it's a voluntary service. And we have a roster system. Each state will come here and they bring volunteers and they come and do service here for, it depends on 1 week, 10 days, 15 days, 1 month. It depends on their capabilities. So all the states in the country, they on a rotation come to Prashant Nilayam, bring the Sevadal. And it is not just anywhere campaign. They Sevadal, they are waiting for their chance to come, and they must have prayed to Baba, if I get a job, I will come and do your service. A person who cannot afford. അതിനനുസരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലെ സേവാപ്രവർത്തനങ്ങളും സജീവമാകുന്നു. ഒപ്പം കേരളത്തിലും മറ്റുള്ള പല സംസ്ഥാനങ്ങളെക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ ഓർഗനൈസേഷൻ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ കേരളത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഓൾ ഇന്ത്യ പ്രസിഡൻ്റൊക്കെ ഇത് മോഡലാണെന്ന് പറയാറുണ്ട്. കാരണം ഉദാഹരണം പറഞ്ഞാൽ സത്യസായി ആശുപത്രികളിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും പുട്ടപർത്തിയിൽ നിന്നും ഓപ്പറേഷൻ കഴിഞ്ഞ 3000 പേരെ നമ്മൾ ദത്തെടുത്തിട്ടുണ്ട്. അവരുടെ വീടുകൾ ഡോർ സ്റ്റെപ്പിലാണ് മരുന്നുകളൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത്. ഒരുപാട് വില്ലേജ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുണ്ട്. കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഗ്രൂപ്പാണ് കോഴിക്കോടും കണ്ണൂരിലുള്ള പോലീസ് ഓഫീഷ്യൽസിനും ഗവൺമെൻറ് ഓഫീഷ്യൽസിനും ട്രെയിനിങ് കൊടുത്തത്. അപ്പോൾ സത്യസായി പ്രവർത്തനം ഒരു ഭജന പാടുന്നൊരു പ്രവർത്തനം മാത്രമല്ല, സത്യസായി ഓർഗനൈസേഷൻ്റെ പ്രവർത്തനം ടച്ച് ചെയ്യാത്ത, തൊടാത്ത ഒരു മേഖലയും ഇന്ന് കേരളത്തിലില്ല. സത്യസായി ബാബ അമരത്വത്തിലേക്ക് വിലയം പ്രാപിച്ചിട്ട് 7 ദശകങ്ങൾ പിന്നിടുന്നുവെങ്കിലും ആ ദിവ്യശക്തി പകർന്നു തന്ന ഉത്തേജനങ്ങൾക്കും പ്രചോദനങ്ങൾക്കും വരപ്രസാദത്തിനും യാതൊരു ഭംഗവും ഇന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ എത്തുന്ന ജനതയും ലോകമെമ്പാടുമുള്ള സേവന പ്രവർത്തനങ്ങളും സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ്.